സെലിബ്രിറ്റീസ് എല്ലാം വരുന്നുണ്ട്. അവർ ഷോ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. അത് കാണാതെ നിങ്ങളിപ്പം റിയൽ ലൈഫിൽ എത്ര നല്ലത് കൊണ്ടാണ് എന്നുള്ള ഒരു എംപത്തി തോന്നിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഗബ്രി എത്ര നല്ലതാണെന്നോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആണെന്നോ തോന്നിയിട്ടുള്ള ഒരു എംപത്തി വെച്ചിട്ടായിരിക്കാം നിങ്ങൾ ഗബ്രിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ നിങ്ങൾ ഷോ കാണാതെ ഒരിക്കലും ഗബ്രിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട് ഈസ് ഡൂയിങ് ഇൻസൈഡ് ദ ഷോ പീരിയഡ്. അപ്പോൾ ഇതാണ് റിയാസ് സലീം പറഞ്ഞത്. അപ്പോൾ ഗബ്രിയുടെ വിഷയത്തിലും പറഞ്ഞു കേട്ടല്ലോ, ഗബ്രി സപ്പോർട്ടായിട്ട് കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഷോ നേരെ കാണാത്തവരായിരിക്കും എന്ന്. ഷോ നേരെ കാണാത്തവരായിരിക്കും ഇവർ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഒരു ഗെയിമേഴ്സ് ഉണ്ട്. ഈ പറയുന്ന ഗബ്രിയുടെ ഉള്ളിൽ നമ്മൾ കാണാതെ പോയത് നല്ലൊരു ഗെയിമറാണ്. പക്ഷേ അവനായിട്ട് തന്നെ അവൻ്റെ ഗെയിം മൊത്തത്തിൽ കൊണ്ടുവന്ന് തൊലച്ചതാണ്. എനിക്ക് അങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് അറിയാം, 2 ദിവസത്തിന് മുന്നേ അഭിഷേക് ജയദീപ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അഭിഷേക് ജയദീപ് പുറത്തിറങ്ങിയപ്പോൾ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്നലെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ആ പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യം ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. പുള്ളി അവിടെ ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു ഈ അഭിഷേക് എസും അഭിഷേക് കെയും തമ്മിലുള്ള ഒരു വിഷയം. അത് LGBTQ സംബന്ധിച്ചുള്ള ഒരു വിഷയങ്ങളാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇട്ടൊരു പോസ്റ്റാണ്. അതിനകത്ത് മെയിനായിട്ട് ഗബ്രിയുടെ ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ഹൗസിനുള്ളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സുകൾ കോർട്ട് ടാസ്കിൽ ഞാൻ മാത്രം പറഞ്ഞ് സ്കോർ ചെയ്ത് ജിൻഡോ ചേട്ടന്റെ കുറ്റവിമുക്തനാക്കിയ സീൻസും അഭിഷേക് ആയിട്ടുള്ള ഫൈറ്റിൽ ഞാൻ അവനോട് പറഞ്ഞ ഫുൾ ജസ്റ്റിഫിക്കേഷൻസും അവനോട് ഇരുന്ന് സംസാരിച്ച് ഞാൻ എല്ലാം സോൾവ് ആക്കി. അവൻ എന്നെ മനസ്സിലാക്കിയ സീൻസ്, ഫൺ ആക്ട്സ് വിത്ത് അപ്സര ഡ്രാമാസ് ഒന്നും ഒരു എപ്പിസോഡിൽ പ്ലസിൽ പോലും വന്നിട്ടില്ല. ലൈവിൽ പോലും കട്ട് ചെയ്ത് ക്യാമറ മാറ്റി എന്ന് അമ്മ പറഞ്ഞു. എപ്പിസോഡിൽ മൊത്തം ജബ്രി മാത്രം. എന്തോ അവർക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? അതായത് ലൈവിനകത്ത് കാണിക്കുന്നത് ഫുള്ള് ജബ്രികളെ മാത്രമായിരുന്നു. അവർ പറഞ്ഞിട്ടുള്ള മെയിൻ പോയിന്റ്സ് പോലും പുറത്ത് വന്നിട്ടില്ലെന്ന്. അതായത് നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണ്. കാര്യം ഇവരെ രണ്ടുപേരെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ഇവരാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നതെന്ന് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ കണ്ടന്റ് ഔട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അത് എന്താണ് അത്? അപ്പോൾ ആ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് വീണ്ടും ആൾക്കാരിലോട്ട് ഈ നെഗറ്റിവിറ്റി എവിടെ ഉണ്ടോ അവിടെ നെഗറ്റീവ് ആൾക്കാർ കൂടുതൽ കാണത്തുള്ളൂ. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഈ ഷോയ്ക്കാണ് അതിൻ്റെ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതാണ് കാര്യം. ജയദേവിന്റെ ആ ഒരു വിഷയങ്ങൾ, ഈ പറയുന്ന അഭിഷേകിന്റെ ഭയങ്കര വിഷയങ്ങളായിരുന്നു. അഭിഷേക് എസിന്റെയും തമ്മിലുള്ള വിഷയം നമുക്കറിയാം. അത് ഭയങ്കര ഒരു വിഷയം തന്നെയായിരുന്നു. ആ വിഷയത്തിൽ യെല്ലോ കാർഡ് കൊടുത്തതുമാണ്. അപ്പം ഈ ഒരു വിഷയം പോലും പുറത്ത് അധികം കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അത് വളരെ എന്താണ് പറയുക, അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അതെല്ലാം ഇപ്പം കഴിഞ്ഞിട്ട് ഇപ്പം എന്തായാലും ഭയങ്കര സംഭവങ്ങളാണ് ഈ ഷോയെ പറ്റിയിട്ട് ഇപ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ സംസാരിക്കണം. മെയിനായിട്ട് അഖിൽമാരാറിന്റെ ഇഷ്യൂ ഭയങ്കര വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ മാരാർ ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ലൈവ് വന്നിട്ട് റിനോഷിനിട്ട് ഉള്ളൊരു മറുപടിയാണ് കൊടുത്തത്. റിനോഷിനിട്ട് പറഞ്ഞ കാര്യം എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്. കാര്യം റിനോഷ് അവിടെ ശരിക്കും പറഞ്ഞ് എന്തുവാ ചെയ്തത്? ഇപ്പോഴും റിനോഷിനെ പൊക്കി പിടിച്ചുകൊണ്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ റിനോഷിൻ്റെയൊക്കെ അതേ കാറ്റഗറിയിൽ വരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന അർജുനും. അപ്പോൾ അർജുനും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ അർജുനും അത്യാവശ്യം നല്ല ഫാൻസ് ഉണ്ട്. ഇതുപോലെ ആയിരുന്നു ആദ്യം റിനോഷും, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നല്ല ഫാൻസ് ഉണ്ടായിരുന്നു. റിനോഷിനിട്ട് അഖിൽമാരാർ കൊടുത്ത ഒരു സംഭവം കേട്ടു നോക്കാം. നിനക്ക് എന്തറിയാം? നിനക്ക് എന്റെ രാഷ്ട്രീയത്തെ കുറിച്ച്, ഞാൻ ഇടപെടുന്ന വിഷയത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? നിനക്ക് പറ്റിയ പണി എന്ന് പറഞ്ഞാൽ ആ ബാംഗ്ലൂര് വീടിനകത്ത് കയറി കുത്തിയിരുന്ന് അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചിട്ട് വല്ല റീല് വിട്ട് ജീവിക്കാൻ നോക്ക്. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ വന്ന് ഇടപെടരുത്. അല്ല, നീ തന്നെ ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തേ കഴിക്കത്തുള്ളൂ. കാരണം എനിക്ക് രാവിലെ പൊറോട്ട വേണം, എനിക്ക് ചിക്കൻ വേണം, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണമെന്ന് നീ തന്നെ ബിഗ് ബോസിൽ നിന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോൾ പറഞ്ഞതാ. എനിക്കങ്ങനല്ല. എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ചമ്മന്തിയും ചോറാണെങ്കിൽ അത് കഴിക്കും, ചമ്മന്തി ഇല്ലെന്നുണ്ടെങ്കിൽ പച്ചച്ചോറ് കഴിക്കും. ഇന്നും അങ്ങനെ തന്നെ. എന്റെ വൈഫിനോട് നിങ്ങൾ വിളിച്ചു ചോദിക്ക്, ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചാലും കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ അവളുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിന്റെയൊക്കെ സൗകര്യപ്രകാരം നിനക്കൊക്കെ ഇത്തരം, അതായത് ഇവന്മാരാരെങ്കിലും ചാനലിന്റെ ആരെങ്കിലും വെച്ച് നീട്ടി എന്തെങ്കിലും ഓഫർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് വെച്ച് നക്കി അങ്ങ് ജീവിച്ചോണം. ഒരു തരക്കേടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം റിനോഷ് ചോദിച്ച് മേടിച്ചൊരു കാര്യം. റിനോഷ് പറയുന്നത് കേട്ട് ഭയങ്കരമായിട്ട് ഫേവറിസം കാണിച്ചു കൊടുത്തത്. മാരാറിന് സം പോയിന്റ്സിൽ നമുക്ക് തോന്നും മാരാറിനോട് ഫേവറിസം കാര്യങ്ങൾ കാണിച്ചത്. കാര്യം അവർക്ക് സംബന്ധിച്ച് എന്തുവാണ്, ഒരു കണ്ടസ്റ്റൻസും പുറത്ത് പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവർക്ക് ആഗ്രഹിക്കുന്നില്ല. അപ്പം മാക്സിമം അവർ ഈ വിഷയങ്ങൾ സോൾവ് ചെയ്യണമെന്നായിരുന്നു. പിന്നെ അത് മാത്രമല്ല, റിനോഷ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ മാരാർ പറയുന്നുണ്ട്, ഈ ഷോ ഡയറക്ടർ ഉൾപ്പെടെ ഈ ജുനൈസിന്റെ അടുത്തും ഈ പറഞ്ഞ മാരാറിന്റെ അടുത്തും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ പുറത്ത് പോകുമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വെളിയിൽ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് ജുനൈസിന് പെട്ടെന്ന് മറ്റേ അയ്യോ അങ്ങനെ ഉണ്ടെങ്കിൽ വേണ്ട, എനിക്ക് സോറി എന്നുള്ള രീതിയിലാണ് ജുനൈസ് ആയെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് റിനോഷ് പറഞ്ഞത് ഫിസിക്കൽ അസോൾട്ട് നടത്തിയ ഒരാളെ പോലും പുറത്താക്കാതെ കൺഫഷൻ റൂമിൽ വെച്ചിട്ട് എന്തായിരിക്കും സംസാരിച്ചതെന്ന്
നിങ്ങൾ ഊഹിച്ചോ എന്നുള്ള രീതിയിലാണ്. അതായത് മാരാർക്ക് ഏറ്റവും കൂടുതൽ ഫേവറിസം ഏഷ്യാനെറ്റിന്റെ ഭാഗത്ത് നിന്ന് കാണിച്ചു എന്നുള്ള രീതിയിലാണ് റിനോഷ് സംസാരിച്ചത്. അപ്പം റിനോഷിന് എന്തായാലും നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. റിനോഷ് പറഞ്ഞതിനകത്ത് ഒരു കാര്യം മാത്രം എനിക്ക് ഇന്നലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, വേറെ ഒന്നുമല്ല, സായി പറ്റിയിട്ടൊരു കാര്യം പറഞ്ഞേ. സായി അതിനകത്ത് നിന്ന് എന്തുവാ കാണിക്കുന്നത്, കാർ കോടതി എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലേ, അവൻ അതിനകത്ത് നിന്ന് കാണിക്കുന്ന കാര്യം എന്തുവാണ്. എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. മറ്റേ കാറിലിരുന്ന് കാർ കോടതി ഒരു മച്ചാനുണ്ടല്ലോ, പുള്ളി ഇരുന്ന് എല്ലാവരും പുള്ളി മറ്റേ ജഡ്ജ് ചെയ്യും. ഇവനെങ്ങനെ എന്നും പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ. അപ്പൊ അതെ പോയിട്ടുണ്ടല്ലോ, എന്താ സംഭവിക്കുന്നത്? മറ്റേ കാറ് മറ്റേ പോസായിട്ട് സ്റ്റോപ്പായിട്ട് അവിടെ നിന്നപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പതുക്കെ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോ അതേ ചെക്കനിപ്പോ അവിടെ പോയി മറ്റേ നിക്കറയിലും പുള്ളി നടപ്പുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതാണ് ബ്രോ, ഇവിടെ നിന്ന് കാണുന്ന പോലെ അല്ല കാര്യങ്ങൾ. അവിടെ ചെല്ലുമ്പോൾ പല മെന്റൽ ചാലഞ്ചസും ഉണ്ട് ബ്രോ, പല മെന്റൽ ചാലഞ്ചസും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട്. അവൻ ചോദിച്ച് മേടിച്ചതാ. സായിയൊക്കെ ചുമ്മാതാണ് അതിനകത്ത് പോകുന്നത്. കാര്യം ഉള്ള വിലയും കൂടെ കൊണ്ടുവന്ന് കളഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണത്. അവൻ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്. എല്ലാവരും വരുന്നവരും പോകുന്നവരും എടുത്തിട്ട് സായി പോകുക കേട്ടോ. സായിക്ക് എന്തു ശരിക്കും കിടന്ന് കാണിക്കുന്നത്, അതിന്റെ പൊന്നളിയാ നീ ഉള്ള സമയം കൊണ്ട് ഇറങ്ങി വരാൻ നോക്ക്, അതാ ഏറ്റവും നല്ലത്. വോട്ടിങ്ങിലൊന്ന് പുറത്തായി കഴിഞ്ഞാൽ അതിലും വലിയ നാണക്കേടാ. അതിനെക്കാട്ടി നല്ലത് നീ ക്വിറ്റ് ചെയ്ത് ഇറങ്ങി വാ. ഇപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.